പിണറായിയുടെ നിയോജക മണ്ഡലത്തിൽ കണ്ണൂർ ജില്ലയിൽ എത്ര വോട്ടാ പോയത്? പോയത് മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് നഷ്ടപ്പെട്ട എവിടെയാ? ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM തന്നെയാണല്ലോ. മറ്റുള്ളവർക്ക് എന്താ ഉള്ളത്? ഓരോ ഘടകകക്ഷി എടുത്ത് വെക്കുന്നത് 1000 ആള് തയ്ച്ചില്ലാത്തവർ എത്ര ആളുണ്ട്? NCP മൊത്തം കേരളത്തിലെ സ്റ്റേറ്റ് ഒക്കെ പാടെ എടുത്താൽ ഇപ്പൊ DMKയുടെ ഒരു മണ്ഡലത്തിലെ ഒരു നിയോജക മണ്ഡലത്തിൽ ആളുണ്ടാകുക ഇല്ല. പോട്ടെ, അല്ല നമ്മൾ പറയാതിരിക്കാൻ നിവൃത്തില്ലല്ലോ. സത്യത്തിൽ ആ കാര്യത്തിലൊക്കെ CPM സമ്മതിക്കണം. കാരണം ഈ പറയുന്ന ഘടകകക്ഷികൾ ഒരു മനുഷ്യനില്ലാത്ത, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാ? NCP കഴിഞ്ഞിട്ട് കോൺഗ്രസ്. എന്താ സ്ഥിതി? ആ സാധുവല്ലാതെ മൂപ്പരിങ്ങനെ നടക്കുന്നില്ലാതെ ഒരാളുണ്ടോ? ഒരാള് എന്റെ വാപ്പാനെ കൂടെ കൊണ്ടുണ്ടായിരുന്ന സാധുവാണ്. അയാൾ താത്വികര, അതിലൊന്നും യാതൊരു തർക്കമില്ല കേട്ടോ. അതിലൊക്കെ ഇവരെ സമ്മതിക്കണം. പണ്ട് മുതലേ പോകുന്ന ആളുകളെ അവർ നിർത്തുന്നുണ്ട്. പക്ഷെ ഒരു കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഈ NCP ആയാലും ഈ പറയുന്ന കോൺഗ്രസ് ആയാലും പിന്നെ ആരല്ലേ INL, അത് പോട്ടെ, ഏതായാലും പോയി സാധുക്കള്, അതിപ്പോ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ അല്ല മാണിയൊക്കെ കുറച്ചൊരു പൊളിറ്റിക്കലായിട്ട് നിൽക്കുന്നുണ്ട്. ജനാധിപത്യ കേരള ഞാൻ പറയണോ? നൗഷാദ് ഇവിടെ എവിടെയുണ്ട്, അതിന്റെ ഒരു അനുയായി ഇവിടെ ഉണ്ട്. അപ്പൊ ഓനെ വേറെ ഏതോ പാർട്ടിക്ക് പോയിട്ടുണ്ട്. അത് പോട്ടെ. അപ്പോ ഇതാണ് ഘടകകക്ഷികള്. ഇതില് നമ്മൾ ആദ്യം ഞാൻ നോക്കുമ്പോൾ പറഞ്ഞേ ഇവരെ സമ്മതിക്കണം, CPM സമ്മതിച്ചു കൊടുക്കണം. പിന്നെ നോക്കുമ്പോ ഇതിൽ വേറെ തമാശ ഉണ്ട് പ്രശാന്ത്. ഇതില് ഒരൊറ്റ ആള് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആള് മിനിസ്റ്റർ സ്റ്റാഫിൽ ഉണ്ടാവില്ല. PS എന്ന് പറയുന്ന പേരിന് ഒരാളുണ്ടാകും. ബാക്കി എല്ലാവരും CPM പറയുന്ന പാർട്ടിയുടെ പല യൂണിയനുകളിൽ നിന്ന് പാർട്ടി കൊടുക്കുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണ്? ഘടകകക്ഷികൾക്ക് ഈ മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിലും ഭരിക്കുന്നവരാ? CPM അത് ലാഭമാണ്. ഇതുപയോഗിച്ചിട്ടാണ് ആരെ CPI അടിക്കുന്നത്. ഈ മന്ത്രിമാരൊക്കെ കൊടുക്കും. CPIക്ക് 3-4 കൊടുക്കുന്നുണ്ട്. CPIന്റെ കാര്യം പറയല്ല, അത് ഞാൻ പിന്നെ പറയാം. അപ്പോ അവരോടെന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇതാ ഘടകകക്ഷികൾക്ക് മന്ത്രിമാരെ കൊടുക്കണ്ടേ? മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ മന്ത്രിമാരെവിടെ? ഒരു ഫയൽ ഈ പറയുന്ന ആളുകൾ ഒപ്പിടണമെങ്കിൽ CMOയിൽ കാണാതെ ഒരു ഫയലും ഒപ്പിടില്ല. അപ്പൊ എന്താണ്? ഈ മന്ത്രിമാർക്കൊക്കെ ഒരു കാറ് വിട്ട് ഇങ്ങനെ നടക്കാം, നല്ല ഭക്ഷണം കഴിക്കാം, അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ബംഗ്ലാവ് ഉണ്ടാവും. പോകുന്ന കാറിന്റെ മുമ്പിൽ ഒരു ജീപ്പ്, പോലീസ് ജീപ്പ് കീ ഓണടിച്ച് ഇങ്ങനെ പോകും. നല്ല ആസ്വദിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതിലപ്പുറം ഒരു ചുക്കില്ല. കേരളത്തിന്റെ ഭരണനിർവഹണത്തിൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എത്രയോ ആയിട്ട് ഇപ്പൊ നമ്മുടെ എന്താ പറയാ വീട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യസ്ഥന്മാരുണ്ടാവും. അവരങ്ങനെ പോവും. അപ്പൊ തറവാട് എന്താ പറയാ ക്ഷയിച്ചാലും കാര്യസ്ഥന്മാരായിട്ട് നിൽക്കും. അവരെ കാര്യങ്ങളൊക്കെ നടന്നു പോകും. കാണുന്നവർക്ക് എന്താ ഭയങ്കര സംഭവമാണ്, ഒരു ചുക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ കാര്യസ്ഥന്മാരുടെ എന്താ പറയാ അവസ്ഥയിലാണ് ഈ ഇടതുപക്ഷത്തിലെ ഈ മന്ത്രിമാരൊക്കെ. ഇതൊരു വസ്തുതയാണ്. ജലീല് എനിക്ക് തോന്നുന്നു എന്തോ മധുരം കിട്ടിയെന്ന്. അതൊരു ഇരട്ടി മധുരാണോ സംശയമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ സത്യത്തിൽ ഇന്നലെ രാവിലെ നിങ്ങളത് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല ജലീൽ ഇങ്ങനെ പ്രസ്താവന നടത്തി. ഞാൻ പറഞ്ഞല്ലോ, ജലീൽ അങ്ങനെ പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നിലവാരം കുറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ടാണ് വിളിച്ച് അന്വേഷിക്കുന്നത്. എന്തായാലും വെട്ടില് വീണിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം CPM മനസ്സിലാക്കിയതായിരുന്നു. ഏത് ഇവരെ കൂടെ നിൽക്കുന്നവരൊക്കെ മധുരം കൊടുത്തോ? എന്നെയും കുറച്ച് മധുരം തരാൻ ശ്രമിച്ചല്ലോ. ആ മധുരമായിരുന്നല്ലോ. സുജിത് ദാസ് സസ്പെൻഡ് ചെയ്യുന്നു, ശശിധരനെ മാറ്റുന്നു, അതുപോലെ തന്നെ മറ്റ് SPR വെക്കണമെന്ന് ചോദിക്കുന്നു, DYSPമാരെ മാറ്റിയിട്ട് അങ്ങനെ ഒരു മധുരം ഉണ്ടല്ലോ. അവിടെ ഞാൻ വീണില്ല. പക്ഷെ ജലീലിനൊക്കെ ഈ പറഞ്ഞതുപോലെ ചെറിയൊരു മധുരം കൊടുത്താൽ മതി. അദ്ദേഹം പറഞ്ഞെന്താ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിനില്ല, രാജ്യസഭയ്ക്ക് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുക്കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഇനി മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയാ നിങ്ങൾ രാജ്യസഭാ സീറ്റ് നേടിയെന്ന് ചോദിക്കുമല്ലോ. അപ്പൊ പറയും ഞാൻ മത്സരിച്ചിട്ടില്ലല്ലോ. അല്ല, അതിപ്പോ ഈ ജലീൽ പറഞ്ഞതിന്റെ ജലീൽ എത്ര പ്രാവശ്യം എന്തൊക്കെ മാറ്റി പറഞ്ഞ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതൊന്ന് രാജ്യസഭയിലേക്ക് ജലീൽ ഉണ്ടാവില്ലേ എന്നുള്ളത് അപ്പൊ നമുക്ക് കാണാം. അധിക സമയമൊന്നുമില്ലല്ലോ. ബ്രിട്ടാസ് കഴിഞ്ഞ് എത്രയുള്ളത്? ബ്രിട്ടാസ് ഒഴിയാൻ എത്രയുള്ളത്? 1.5 കൊല്ലം 2 കൊല്ലം അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഈ നിയമസഭ കഴിഞ്ഞോട് കൂടിയിട്ട് ആ കസാരയിൽ കയറിയിരിക്കാം.